മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ലാത്തിചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്ക്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്ക് തലയ്ക്ക് പരിക്കേറ്റു. സമരം പാർട്ടി ഏറ്റെടുക്കുമെന്ന് കെ സുധാകരൻ. തൃശൂരും കോട്ടയത്തും പത്തനംതിട്ടയിലും സംഘർഷം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി. കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പ്രത്യേക ബെഞ്ച് പരിഗണിക്കും. സിനിമാ ലൊക്കേഷനുകളിൽ പരിശോധന നടത്തുമെന്ന് വനിതാ കമ്മീഷൻ. ബലാത്സംഗ കേസിൽ ഡിജിപിക്ക് പരാതി നൽകി നിവിൻ പോളി. സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച് സപ്ലൈകോ. അരിക്കും പഞ്ചസാരയ്ക്കും കൂട്ടിയത് 3 രൂപ വീതം. തുവരപ്പരിപ്പിന് 4 രൂപ കൂട്ടി. വില വർധനവിനെ ന്യായീകരിച്ച് മന്ത്രി GR അനിൽ. കോഴിക്കോട് മാമി തിരോധാന കേസ് CBIക്ക് വിടാൻ ശുപാർശ. DGPക്ക് ശുപാർശ നൽകി മലപ്പുറം SP. നടപടി കുടുംബത്തിന്റെ ആവശ്യം കണക്കിലെടുത്ത്. കോഴിക്കോട് ബസിന്റെ ലിവർ എടുത്ത് തലക്കടിച്ച കേസിൽ ഡ്രൈവർ അറസ്റ്റിൽ. PK ഷഹീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ആക്രമണം സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ. CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. കേരള വിഷന്റെ ലക്ഷ്യം സംരംഭക മാതൃക സൃഷ്ടിക്കലെന്ന് സംരംഭക കൺവെൻഷൻ. വൈദ്യുതി പോസ്റ്റ് വാടക വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ബെന്നി ബെഹനാൻ MP. കേരള വിഷൻ OTT പ്ലാറ്റ്ഫോമിന് പ്രൗഢഗംഭീരമായ തുടക്കം. കേരള വിഷൻ എക്സ്ട്രാ എന്റർടൈൻമെന്റ് എന്ന കീ OTT പ്ലാറ്റ്ഫോം